എടി നമുക്കാണെങ്കിലേ മക്കളെയും കൊണ്ടേ കടല് കാണാൻ പോവായിരുന്നല്ലേ. കടല നമുക്കൊന്ന് ഇപ്പൊ തന്നെ പോവാം അച്ഛാ, പ്ലീസ് അച്ഛാ പോണേ. നമുക്ക് പോവാവേ. എടി നീ തയ്യാറല്ലേ? ഞാനൊക്കെ എപ്പോഴേ തയ്യാറ്, നമുക്കൊന്ന് ഇറങ്ങാം. അന്നാ അച്ഛൻ ഞങ്ങൾ രണ്ടുപേരും വെള്ളത്തിൽ കളിച്ചോട്ടെ. കൊച്ചുകളെ 3 മണി എന്റെ കടൽ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല. ഞങ്ങൾക്ക് രണ്ടുപേരും കളിക്കണം. ബാ മക്കളെ നമുക്ക് കയറിപ്പോ. ശരി, നമുക്കാണെങ്കിൽ 2 മണിക്കേ വരണ്ടായിരുന്നല്ലേ. ശരിയാ മക്കളെ, നമുക്കെന്നാ നാളെ തന്നെ വരാം. 2 മണിക്ക് വരാം നാളെ. അയ്യോ മക്കളെ, അതൊന്നും ഒരു സൗണ്ട് കേൾക്കുന്നേ. അച്ഛ, അത് സൈറനൈറ്റിന്റെ സൗണ്ടാ. സൈറനൈറ്റ് നമ്മളെ വല്ലതും ചെയ്യുവോ? ഈ സൈറനൈറ്റിനെ കണ്ട എങ്ങനെ ഇരിക്കുന്നേ? നമ്മളെ മനുഷ്യനെ പോലെ ഇരിക്കും, പക്ഷെ തല മാത്രമേ വ്യത്യാസമുള്ളൂ. സൈറനൊക്കെ ഇല്ലേ ഇപ്പൊ അമ്പലത്തിലൊക്കെ ഉള്ള സൈറനില്ലേ, സൈറനൊക്കെ ഇങ്ങനെ ഡാമിലുള്ള സൈറൻ, ഇങ്ങനത്തെയൊക്കെ. കോളാമ്പി ഇല്ലേ, കോളാമ്പി രണ്ട് അപ്പുറത്തും ഇപ്പുറത്ത് കോളാമ്പി, പിന്നെ ഒരു കൂർത്ത കമ്പി വെച്ചോണ്ട് കിടക്കുന്ന സാധനമാണ് സൈറനഡ്. അത് നമ്മളെ കാണുവാണെങ്കിൽ ആ കോളാമ്പി ഇട്ട് നമ്മുടെ ചെവി അടിച്ച് കളയുവേ. ചെവി ആണെങ്കിൽ പൊട്ടിക്കും, ഭയങ്കര സൗണ്ട് വെച്ച് ചെവി നമ്മളെ അടിച്ചു പോകും. ഭയങ്കര സൗണ്ട് കേട്ട് നമ്മുടെ ചെവിയൊക്കെ അടിച്ചു പോകത്തില്ലേ. എന്നിട്ട് ആ സൈറനഡ് നമ്മളെ പിടിച്ചങ്ങ് തിന്നും. അയ്യോ മക്കളെ, സൈറനൈറ്റ് അങ്ങ് ദൂരെ നിൽക്കുന്ന ആ ബിൽഡിങ്ങിന്റെ അടുത്ത്. സൈറനഡ് തേണ്ട നിൽക്കുന്ന അങ്ങ് ദൂരെ നിൽപ്പുണ്ട്. നമ്മളെ അവനും കാണുവാണെങ്കിൽ ഓടി വരും അത്. നിന്നെയൊക്കെ കണ്ടറാ ഞാൻ പിടിക്കാൻ വരുവാടാ. അയ്യോ അമ്മ, ആ സൈറനഡ് പറയുന്ന കേട്ട് ഞാൻ. നിന്നെയൊക്കെ കണ്ടത് നമ്മളെ പിടിക്കാൻ വരുന്ന എന്തോന്ന്, ഓടിക്കോ. എന്നാ മക്കളെ നമ്മുടെ കാറെടുത്ത് പെട്ടെന്ന് വീട്ടിൽ പോ. ചേച്ചി ചേട്ടാ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരാ മനസ്സിലായില്ലല്ലോ. അത് പിന്നെ ഞങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് ഓടി വരുവാ. എന്തു പറ്റി? സൈറനൈറ്റിനെ കുറിച്ച് അറിയാവോ? ഞാൻ ഇന്റർനെറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്റർനെറ്റ് മാത്രമല്ല സൈറനൈറ്റുള്ളത്, നമ്മുടെ ഭൂമിയിലുണ്ട്. ഞങ്ങളാണെങ്കിൽ ബീച്ചിൽ പോയിട്ടാണെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി 3 മണി കഴിഞ്ഞാൽ ആരും കയറ്റത്തില്ല കുളിക്കാനൊന്നും ബീച്ചിൽ. അത് കണ്ടാണ് ഞങ്ങൾ തിരിച്ചു വന്ന് നിൽക്കുമ്പോഴാണ് അങ്ങ് ദൂരെ ഒരു ബിൽഡിങ്ങിനകത്താണെങ്കിൽ സൈറനൈറ്റ് അങ്ങ് നിൽക്കുന്ന കണ്ട്. ഞങ്ങളാണ് ഞങ്ങളുടെ ജീവനം കൊണ്ട് ഓടി വന്ന് വഴി കണ്ട് വീട് ഇതാ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നേ. നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സത്യമായിട്ട് ഞങ്ങളൊന്ന് പറയുന്ന ഒന്ന് വിശ്വസിക്കേ. അയ്യോ, നിങ്ങൾ പറഞ്ഞ സത്യമാണല്ലോ. സൈറനൈറ്റിന്റെ സൗണ്ടാ കേൾക്കുന്നേ. നമ്മൾ ഇനി എന്ത് ചെയ്യും? പേടി വന്നിട്ട് വയ്യ. നമുക്ക് പോലീസിനെ ഒന്ന് വിളിച്ചാലോ? പോലീസിനൊന്നും വിളിക്കണ്ട. പോലീസുകാരെക്കാളും ശക്തിയാ സൈറനൈറ്റിന്. പൂ പറിക്കുന്ന പോലെ അവരെ കൊല്ലും. അത് ശരിയാണല്ലോ. പോലീസുകാർക്കാണെങ്കിൽ വലിയ പവർ ഇല്ലല്ലോ. നമുക്കൊന്ന് മിലിറ്ററീസിനെ വല്ലതും വിളിച്ചാലോ? അല്ല, നമ്മുടെ ഈ നമ്പറൊന്നും ഇല്ലല്ലോ മിലിറ്ററീനെ ഒന്ന് വിളിക്കാൻ. അത് ശരിയാണല്ലോ, ഇപ്പോഴും ഓർത്തെ. അയ്യോ, അത് സൈറനൈറ്റ് നടക്കുന്ന സൗണ്ടല്ലേ കേൾക്കുന്നത്. എനിക്കാണ് പേടി വന്നിട്ട് വയ്യ. നമ്മളെ പുറത്തിറങ്ങിയ ഉറപ്പാ നമ്മളെ സൈറനൈറ്റ് ഉറപ്പായിട്ടും പിടിച്ചു തിന്നും. എനിക്കൊരു ഐഡിയ. സൈറനൈറ്റിനാണെങ്കിലേ ഒച്ച കേട്ടാലേ ആരെങ്കിലും എടുത്തിട്ട് പോകത്തുള്ളൂ. സൈറനൈറ്റിന് കണ്ണ് കാണത്തില്ലല്ലോ. സൈറനൈറ്റിന് കണ്ണൊന്നും ഇല്ലല്ലോ. ഒച്ച കേട്ടിട്ട് ആരെങ്കിലും അടുത്ത് പോയാൽ അവരെ പിടിച്ച് തിന്നത്തേ ഉള്ളൂ. നിങ്ങൾ ഭയങ്കര ബുദ്ധിമാൻ തന്നെ. ഇവിടെ ഇനി ആരും മിണ്ടല്ലേ. കുറച്ച് നേരത്തൊക്കെ മിണ്ടായിരിക്കാം. ഞാനാണെങ്കിൽ ജനാലിൽ കൂടെ നോക്കാം കേട്ടോ, സൈറനൈറ്റ് പോയോ ഇല്ലയോ എന്ന്. ഇപ്പൊ കുറെ നേരമായില്ലോ, സൈറനൈറ്റിന്റെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. ഞാനാണ് ഇന്ന് പോയി നോക്കിയിട്ട് വരാം. സൈറനൈറ്റ് പോയിട്ടുണ്ട്. അല്ല, ചിലപ്പോ സൈറനൈറ്റ് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുവാണെങ്കിലോ നമ്മൾ പുറത്തിറങ്ങും നമ്മളെ പിടിച്ചു തിന്നത്തില്ലേ? അല്ല, സൈറനൈറ്റിന് വായില്ലല്ലോ. ആ സ്പീക്കറിൽ കൂടെ സൗണ്ട് വരുത്തുന്നേ ഉള്ളൂ. നമുക്ക് എന്നാലേ ചെവി പൊത്തിക്കൊണ്ട് പോയിച്ച് ആ സ്പീക്കറിൽ നിന്ന് സൗണ്ട് വരുന്നത്. മറ്റേ കോളാമ്പി പോലത്തെ സാധനമില്ല സൈറനൈറ്റിന്. ആ സൈറന്റെ സൗണ്ടിൻ്റെ അകത്തുനിന്നേ നമ്മുടെ ചെവി അടിച്ചു പോകത്തുള്ളൂ. ഭയങ്കര സൗണ്ടല്ലേ വരുന്നത്. നമുക്ക് ചെവി പൊത്തിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടും. നല്ല സ്പീഡിൽ ഓടണേ എല്ലാവരും. എൻ്റെ ആണെങ്കിൽ കാർ മുറ്റത്ത് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് എൻ്റെ അടുത്ത് പെട്ടെന്ന് കയറിപ്പോ. ശരി, നമുക്കൊന്ന് ഓടിപ്പോ. ഭാഗ്യത്തിന് അവിടെ സൈറനൈറ്റിനെ കണ്ടില്ല. എങ്ങോട്ടാളാ കാറൊക്കെ എടുത്തിട്ട് പോകുന്നത്? ഞാൻ പുറകെ വരുന്നുണ്ടാ. അയ്യോ, സൈറനൈറ്റ് നമ്മുടെ പുറകെ വരുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്ക്. ശരി, വേണ്ട സൈറനൈറ്റ് പുറകെ കൂടെ വരുന്നു. ഓടി വരുവാ. ചേട്ടാ പെട്ടെന്ന് ഓടിക്കുന്നു. ഞാനാണ് ഇപ്പൊ 4ാമത്തെ ഗിയർ ഇട്ട് ഓടിക്കുന്നത്. 5ാമത്തെ ഗിയർ ഇട്ടിട്ട് അതാകുമ്പോ നല്ല സ്പീഡിൽ പൊക്കോളും. അയ്യോ, ഡീസൽ തീരാറായല്ലോ. ഭാഗ്യം പകുതി വരെ ആയതേ ഉള്ളൂ. ഇനി പകുതി കിടപ്പുണ്ട്. ബീച്ചിൽ പോന്നെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഫുൾ ടാങ്ക് അടിച്ചു വെച്ചായിരുന്നു. എന്തായാലും അത് ഭാഗ്യം. സൈറനൈറ്റ് ഓടി വരുന്ന സൗണ്ടല്ലേ കേൾക്കുന്നേ? ശരി തന്നെ, സൈറനൈറ്റ് പുറകെ വരുന്നുണ്ട്. പെട്ടെന്ന് പോ. അല്ല, നമ്മൾ എങ്ങോട്ട് പൊക്കോണ്ടിരിക്കാനാ? നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി നമ്മുടെ ഡീസൽ കയറുന്ന എന്ത് ചെയ്യും? നമ്മുടെ വണ്ടി ചവിട്ടി തകർക്കത്തില്ലേ?
ആ സൈറനൊക്കെ നമ്മുടെ വണ്ടി ഒരു പൊടി പോലെയാ. ശരിയാണല്ലോ, അത് നമുക്ക് എവിടെയെങ്കിലും കയറ്റി നിർത്തിയാലോ? മര്യാദക്ക് നമ്മുടെ വീട്ടിൽ നിന്നാൽ മതിയായിരുന്നു. അതാകുമ്പോൾ ഒത്തിരി കഴിയുമ്പോൾ സൈറനഡ് ആണെങ്കിലേ തിരിച്ചു പൊക്കോളുമായിരുന്നു. ആ ശരിയാ. ആ ഞങ്ങളുടെ വീട് എത്തിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ നിങ്ങളോട് പറയാൻ മറന്നുപോയേ, ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നത്. നമുക്കിന്ന് പെട്ടെന്ന് ഓടിക്കയറിക്കോ, എല്ലാരും പെട്ടെന്ന് വീട്ടിൽ ഓടിക്കയറിക്കോ. എങ്ങോട്ടാടാ നീ എല്ലാം പോതേ? നീയൊക്കെ എന്റെ കയ്യിലായി, നിന്നെ പിടിച്ച് ഞാൻ പോവേൻ. അയ്യോ സൈറനോട് എല്ലാരും ഓടിക്കോ. അയ്യോ പിങ്ക് കളർ, എന്റെ പൊന്നെ ഓടിക്കോ. പിങ്ക് കളർ പേടിയാണോ? അയ്യോ ഓടിക്കോ എന്റെ അമ്മച്ചിയെ, പിങ്ക് കളർ. ഞാനാണ് ഈ നാട്ടിൽ നിന്ന് പോവാണ്, എന്റെ നാട്ടിലോട്ട് പോവാ. ഇത്ര നേരം ഞാൻ പിങ്ക് കളർ കണ്ടില്ല, ഇവർക്ക് മാത്രമേ ഉള്ളൂ പിങ്ക് കളർ. എന്റെ പൊന്നെ ഓടിക്കോ. ഇതെന്തൊരു സൈറനടാ? ഓ ചേച്ചി എന്തായാലും പിങ്ക് കളർ ഇട്ടോണ്ട് രക്ഷപ്പെട്ട്. നിങ്ങളുടെ കുട്ടികളൊക്കെ എന്തി? ആ അവരാണെങ്കിൽ ഇവളുടെ അനിയത്തിയുടെ വീട്ടിൽ പോയി. അവര് അല്ല എത്ര മക്കളുണ്ട്? 2 പേര്. രണ്ടും അത് ആണാണോ പെണ്ണാണോ? ഒരാളാണ് ഒരാളെ പെണ്ണും. പേരെന്താ? മൂത്തതാണ്, ഇളയത് പെണ്ണ്. മൂത്തതിന്റെ പേര് അപ്പൂന്ന, ഇളയതിന്റെ പേര് ചിന്നു. ആ ഞങ്ങളുടെ വീണ്ട തൊട്ടപ്പുറത്ത് വീട്ടിലാണെങ്കിലേ ഈ ഞങ്ങളുടെ മക്കളുടെ കൂട്ടുകാരനുണ്ടേ, കൂട്ടുകാരി ഒരു കൂട്ടുകാരനേ. അവന്റെ പേരാണെങ്കിൽ അപ്പൂന്ന. രണ്ടുപേരും ആണും പെണ്ണും ഉണ്ട് അവിടെ. ഒരാളുടെ പേര് അപ്പു, രണ്ടാമത്തെ ആളുടെ പേര് അത് പെണ്ണാണേ, അതിന്റെ പേര് ചിഞ്ചു എന്നാ. കുറച്ച് അക്ഷര വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. ചിന്നു എന്നല്ലേ ഇളയ മോളുടെ പേര് നിങ്ങളുടെ? ആഹാ കറക്റ്റ് പേര് വന്നല്ലോ. ആ ഞങ്ങളിന്ന് നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് വിടാം. ഓ അതൊന്നും വേണ്ടെന്ന്, ഞങ്ങൾ നടന്നു നോക്കോളാം. ഓ നിങ്ങൾ നടന്നു വേണ്ട, ഞാനാണെങ്കിൽ കാറെ കൊണ്ട് വിട്ടേക്കാം.